ഇവിടെ കിടക്കാവുന്ന സൗകര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്. അപ്പൊ ഇതിന് എന്ത് സൗകര്യവും അത് രാത്രിയായാൽ സ്കൂൾ ബസ് സാമൂഹ്യദ്രോഹികൾക്ക് ഇടത്താവളമായിരിക്കുകയാണ്. 5 വർഷത്തിന് മേലെയായി ഈ ബസ് ഇവിടെ കിടക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ ഈ വഴിയിലൂടെ രാത്രിയിലൊക്കെ പോണ സമയങ്ങളിൽ കള്ളുടിയന്മാർ ഇതിൻ്റെ അകത്ത് പാട്ടും ബഹളവും ഒക്കെ കേൾക്കാറുണ്ട്. പേടിയാണ് സത്യം പറഞ്ഞാൽ ഈ വഴി കൂടി പോകാൻ. പൊളിച്ച് വിൽക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. ഈ മറ്റേ ഓരോ പേരും പറഞ്ഞുകൊണ്ട് പിരിവും കളക്ഷനൊക്കെ നടത്തണ ആ സമയം ഉണ്ടെങ്കിൽ ഇത് പൊളിച്ച് കിട്ടിയാൽ തന്നെ കുറച്ച് എമൗണ്ട് കിട്ടും. ആലുവ തെക്കേ വാഴക്കുളം പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ 5 വർഷത്തിന് മേലെയായി കട്ടപ്പുറത്തായ സ്കൂൾ ബസ് ഷെഡ് പോലും ഇല്ലാതെ ബസ്സുകളുടെ അകമെല്ലാം പൊടിയും തുരുമ്പും പിടിച്ച് നശിക്കുകയാണ്. വേണ്ടപ്പെട്ട അധികാരികൾക്ക് നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആലുവ ക്ലീൻ സിറ്റി പ്രവർത്തകർ ആരോപിച്ചു. ഇവിടെ കിടക്കാവുന്ന സൗകര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്. അപ്പൊ ഇതിന് എന്ത് സൗകര്യവും അത് മാത്രമല്ല, സ്കൂളിന് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരു ഗേറ്റ് ഇല്ല. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഉള്ളിൽ കയറാം. അതായത് ഒരു അടച്ചുറപ്പില്ല ഈ സ്കൂളിന് അല്ലെ? സ്കൂളിന് അടച്ചുറപ്പ് എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് മെയിൻ ഗേറ്റ്. അപ്പൊ ഇത് പഞ്ചായത്ത് പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്, ഗേറ്റ് ഇത് പണിയാനായിട്ട്. പക്ഷെ ഈ സാധനം ഇത് ഇവിടെ നിന്ന് മാറ്റാത്തോടത്തോളം ഈ സ്കൂളില് പിള്ളേരുടെ കാര്യത്തില് ഒരു പേടിക്കാൻ വേണം, രക്ഷകർത്താക്കൾ പേടിക്കാൻ വേണം. അതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സ്, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും പ്രിൻസിപ്പാളും അടക്കം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഇവിടുന്ന് മാറ്റാൻ, അതായത് അവർക്കൊരു കുട്ടിക്കളിയായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവർക്കൊരു കുട്ടിക്കളിയാണ്. അതിനിപ്പോൾ ഒരാളായിട്ട് ഒപ്പിട്ടിട്ട് എന്താ, ഒരുപാട് പേര് ഒപ്പിട്ടിട്ട് ഇതിന് കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ സീരിയസ്നെസ് ആരും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനൊരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവരും വരും, അപ്പൊ ചാനലുകാർ വരും, പാരന്റ്സ് വരും. നോക്കണ്ടത്. അപ്പൊ ഈ വണ്ടിയിൽ നിന്നുള്ള മിക്ക പാർട്സുകളൊക്കെ അയച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതൊക്കെ ആരായിരിക്കും കൊണ്ടുപോയിട്ടുണ്ട്? അത് നാട്ടുകാര് ആർക്കെങ്കിലും കുടിക്കാനായിട്ട് പൈസ ഇല്ലാണ്ടാകുമ്പോ അതിനൊരു പാർട്സ് കൊണ്ട് വിറ്റാൽ മതിയല്ലോ. ഇരുമ്പാണല്ലേ പറയണ. ഇത് ലേലം വിളിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പല തവണകളായി പഞ്ചായത്തിൽ ചെലവ് പറയണത്. ലേലം വിളിക്കണം, ലേലം വിളിക്കാനായിട്ട് ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. ഈ ലേലം വിളിക്കാനുള്ള ആള് ഏർപ്പാടാക്കിയിട്ട് ഇപ്പൊ 1 വർഷത്തിന് മുകളിലായി. ഇതുവരെ ലേലം വിളിക്കാൻ ആളിങ്ങോട്ട് വന്നിട്ടില്ല. ഇത് ലേലം വിളിക്കെ പൊളിച്ചു കൊണ്ടുപോയി. ഇതിപ്പോ ഇവിടത്തെ ഒരു ടീച്ചേഴ്സിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിടാൻ പറ്റില്ല, അവരുടെയൊക്കെ ഉത്തരവാദിത്തത്തിൽ മാറ്റാനും പറ്റില്ല. ഇതിനൊരു നിയമവശങ്ങളുണ്ട്. അവർ പൊളിച്ചു മാറ്റാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലിനെ ബാധിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ ചെയ്യേണ്ടത് ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കം, വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരടക്കം ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക. ഇപ്പൊ സ്കൂൾ വികസന ഫണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫണ്ടുകൾ ഉണ്ടാക്കുക, ബസ് വാങ്ങിക്കുക, കെട്ടിടം പണിയുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പിള്ളേരുടെ സുരക്ഷിതത്വം കൂടി നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതെ, കുട്ടികളുടെ ബുക്കൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിടിച്ച് ഒരു കണ്ണട ഇരിപ്പുണ്ട്. ഇത് ചെറിയ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് 5. പിന്നെ 2 പെന്നുണ്ട്. ഇത് ഈ പിള്ളേരിന്റെ ഉള്ളിൽ കയറാണ്ട് ഇതിന്റെ ഉള്ളിൽ വരില്ലല്ലോ. പിള്ളേരുടെ പരിപാടി വണ്ടിമ കയറി നിന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കില്ല. അവര് ഡ്രൈവിംഗ് പഠിക്കലാണ് പരിപാടി. കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് കൈ മുറിയണ്ട. ഇതിന്ന് അതിലേക്കൊന്ന് കടക്കണ സമയത്ത് അതിന്റെ ഗ്യാപ്പിലൊന്ന് വീണാ മതി. അതുപോലെ ഇവിടെ ചില്ലുകളൊക്കെ ഉണ്ട് ഒരുപാട്. ഈ ഗ്യാപ്പിലൊന്ന് വീണ് കുട്ടികൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടികളുടെ പാരന്റ് ഇടിയുന്ന റോൾ ഇടുന്നല്ലാതെ ഉണ്ട്. അതിനൊരു തീരുമാനം അപ്പോഴും ആവില്ല. നിങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ളതാണോ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ബസ് എടുത്ത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പൊ എന്താ പറഞ്ഞവര്? അവര് പറഞ്ഞത് ലേലത്തിന് ആളെ വെച്ചിട്ടുണ്ട്, RDO അവര് കമ്മിറ്റി കൂടട്ടെ, കമ്മിറ്റി കൂടിയതിന് ശേഷം തീരുമാനം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. കമ്മിറ്റി അതിനുശേഷം എത്ര കമ്മിറ്റികളോ കൂടിയിട്ടുണ്ടാവും. ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇത് പൊളിച്ച് വിൽക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. ഈ മറ്റേ ഓരോ പേരും പറഞ്ഞുകൊണ്ട് പിരിവും കളക്ഷനൊക്കെ നടത്തണ ആ സമയം ഉണ്ടെങ്കിൽ ഇത് പൊളിച്ച് കിട്ടിയാൽ തന്നെ കുറച്ച് എമൗണ്ട് കിട്ടും. സ്കൂളിലെ മറ്റുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാം അല്ലേ? അതെ, ഇത് അറ്റകുറ്റപ്പണികൾക്ക് മറ്റുള്ളതിന് വേണ്ടിയിട്ട് ഫണ്ട് പഞ്ചായത്ത് പാസ്സാക്കുന്നുണ്ട്. ആ കൂട്ടത്തില് അതേ ഉത്തരവാദിത്തോട്, അതേ ക്യൂരിയോസിറ്റിയോട് കൂടി കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷിതത്വം കൂടി ഏറ്റു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വേണ്ടത്. കുട്ടികൾ സ്കൂളിലേക്ക് വിടുമ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു 3/4 ഭാഗവും സ്കൂൾ ജീവിതമാണ്.
അപ്പോൾ ആ സ്കൂൾ ജീവിതത്തിൻ്റെ ഏറ്റവും മാതാപിതാക്കളെക്കാളും കൂടുതൽ അവർ ജീവിക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ പകുതി സ്കൂളിലാവുമ്പോൾ ഈ സ്കൂൾ ജീവിതത്തിനിടക്ക് അവരുടെ സംരക്ഷണവും അവർക്ക് ഒരു പോറലേറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്കൂൾ ടീച്ചേഴ്സിനും അവിടുത്തെ മറ്റ് അധ്യാപകർക്കുമാണ്. അവരെ കുറ്റപ്പെടുത്താതെ അവർ നല്ല രൂപത്തിൽ നോക്കിയാലും കുട്ടികൾക്ക് എന്ത് വന്നാലും നേരെ തിരിയുന്നതും അവർക്കെതിരെയായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതിന് വേണ്ട ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട്, പ്രൈവറ്റ് സ്കൂളായാലും വേറെ സ്കൂളാണെങ്കിൽ നമുക്ക് പാരൻസിനാണെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാം. ഇത് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൻ്റെ അധികാരികൾക്ക് തന്നെയാണ്. ഇല്ല, അതിൻ്റെ അകത്ത് ഹാൻഡ്സിന്റെ കവറൊക്കെ കിടക്കുന്നുണ്ട്, കണ്ടായിരുന്നോ? സാമൂഹിക ദ്രോഹികളുടെ താവളമായി മാറിയേക്കണം. ഹാൻഡ്സിന്റെ ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ പറയാൻ മറന്നത്. ഇവിടെ ഇതൊക്കെ ഇരിക്കണ്ട് കേട്ടോ, ഹാൻസിന്റെ പാക്കറ്റൊക്കെ ഇരിക്കണ്ട്. അപ്പൊ ഇവിടെ എല്ലാ കലാപരിപാടികളും ഉണ്ട്. അപ്പൊ രാത്രി എല്ലാ കലാപരിപാടികളും നടപ്പുണ്ട്. അതാണ് വേറെ എന്തെങ്കിലും ഉണ്ടാ നോക്കി കുപ്പിയാ. അപ്പൊ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലേ? അല്ല, അത് കണ്ടില്ലെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. ആ വീഡിയോയില് കണ്ട, അതിൽ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെയുണ്ട് ഒരുപാട് എന്നിട്ട് അവിടെ ഫ്രൂട്ട് സലാഡ്. ഈ അധികാരികളുടെ അടുത്ത് പറയുമ്പോൾ എന്താണ് അവരിൽ നിന്നുള്ള മറുപടി? ഈ ബസ് നീക്കം ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അവര് പറയുന്നത് ലേലം വിളിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്കൂളുകാർക്ക് എടുത്ത് മാറ്റാൻ അധികാരമില്ല. അപ്പോൾ പഞ്ചായത്ത് ലേലം വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് പോലും 1 വർഷത്തിന് മുകളിലായി. LP സ്കൂളിൻ്റെ ബസ്സായതുകൊണ്ട് അത് അവിടെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഈ ഹൈസ്കൂളിൻ്റെത് ജില്ലാ പഞ്ചായത്താണ് ചെയ്യുന്നത്. അവരെല്ലാ കാര്യങ്ങളും ഹൈസ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബസ് നീക്കം ചെയ്യുന്നതിന് ജില്ലാ പഞ്ചായത്തല്ല ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി തീരുമാനിച്ചാലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ. അവർ കാര്യമായിട്ട് ഇതിലേക്ക് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നില്ല എന്നാണ് ഈ 6 വർഷം കൊണ്ട് മനസ്സിലായത്. ഇത് നീക്കം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഗവൺമെൻറ് ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു പിഞ്ചു മക്കൾ, അതുങ്ങൾക്ക് എന്തറിയാൻ പറ്റും? അതുങ്ങൾക്ക് ഇതൊക്കെ ഒരു വലിയൊരു കൗതുകമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഡ്രൈവിംഗ് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൂളൊക്കെ ഉണ്ടല്ലോ, ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്ക് മോശമായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണിത്, ഒരു ബസ്. അപ്പോൾ ആ ബസ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ഇവിടെ ഈ ജീർണിച്ച ഈ ഒരു ബസ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു ശരിക്കൊരു അപകടം തന്നെയാണ്. ഈ ജീർണിച്ച അവസ്ഥയിൽ കിടക്കുന്ന ബസ്സിൽ കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഉപദ്രവം കൂടി ഈ ജീർണിച്ച ബസ്സിൻ്റെ അകത്ത് കാണും. ഈ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറാനും അങ്ങനെയുള്ള ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ഒരു നമുക്ക് കണ്ടപ്പോൾ ഒന്ന് അറിയാൻ സാധിച്ചത്. ഇവിടുന്ന് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. MP MLA ഫണ്ടുകൾ ഉപയോഗിച്ചും PTA സഹായത്തോടെയാണ് സർക്കാർ സ്കൂളുകൾ ബസ്സുകൾ വാങ്ങിയിരിക്കുന്നത്. ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്ന ബസ്സുകൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഏറ്റുവാങ്ങി സ്കൂളിലേക്ക് കൈമാറിയാൽ പിന്നെ പൂർണ്ണ ഉത്തരവാദിത്വവും സംരക്ഷണ ചുമതലയും PTA ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതർക്കാണ്. ബസ്സുകളുടെ പരിപാലനത്തിനായി പ്രത്യേക ഫണ്ടില്ലാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത്. സ്കൂൾ വളപ്പിൽ കിടക്കുന്ന ബസ്സുകൾ സംരക്ഷിക്കാൻ സർക്കാർ ഇനിയും നടപടി കൈക്കൊണ്ടിട്ടില്ല. വേഗം നടപടിയുണ്ടായാൽ കുറെയെങ്കിലും വാഹനങ്ങളെ കൂടുതൽ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ബസ്സുകൾ ഇത്തരത്തിൽ നശിക്കുന്നത് മൂലം ദുരിതത്തിലാകുന്നത് വിദ്യാർത്ഥികളാണ്. കുട്ടികൾക്ക് ഭീഷണിയാകുന്നു, തൊട്ടു പരിസരത്ത് താമസിക്കുന്നവർക്കും ഭീഷണി വരുന്നു. രാത്രിയായാൽ പാട്ടും കൂത്തും ഡാൻസുമാണ് ഈ ബസ്സിൻ്റെ അകത്ത് സാമൂഹ്യദ്രോഹികൾ ചെയ്യുന്നത്. സ്കൂൾ അധികൃതർ നിരവധി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ബസ്സുകൾ നശിക്കുന്നത് സർക്കാരിന് തന്നെ വലിയ നഷ്ടമാണ്.